വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. പല മതഗ്രന്ഥങ്ങളിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള മൈൻഡ് പവർ പ്രോഗ്രാമുകൾ അല്ലെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ ഈ വിശ്വാസം, അതായത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ വിജയിക്കുമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയപ്പെടുമോ എന്നൊരു കാര്യം എപ്പോഴും മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു എന്താണ്, ഹ്യൂമൻ നേച്ചറാണല്ലേ, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഈ കടൽ പോലെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കണ്ടോ, ഇത്ര മനോഹരമായിട്ടുള്ളൊരു ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പെർണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഗോവയിൽ. സോ ശക്തമായിട്ടുള്ള വിശ്വാസം അത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംശയം തോന്നുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്, സംശയം തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മമേഖല അല്ലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം വിശ്വാസത്തിൻ്റെ ബേസിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു ഗോൾ എഴുതി, ഉദാഹരണത്തിന് അടുത്ത 5 മാസം കൊണ്ട് ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഏൺ ചെയ്യണം എന്ന് നിങ്ങളൊരു ഗോൾ എഴുതുന്നു. ആ ഒരു വരുമാനം അല്ലെങ്കിൽ അത്രയും പൈസ കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ. അതിന് ഒരിക്കലും നമുക്ക് ഒരു ലോജിക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ലോജിക്ക് വരുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫിൽ നിന്നാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു ഇത്രയും ലിമിറ്റിംഗ് ബിലീഫിൻ്റെ ഒരു പ്രശ്നം. ചെറുപ്പം മുതലേ അത് ഒരു പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ ഡൗട്ട്, സംശയം, എനിക്കത് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം പലപ്പോഴും തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ഈ കടൽ പോലെ ഉറച്ച് നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ എന്തൊരു കാര്യവും നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി, വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യങ്ങളോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത എനിക്ക് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേരളത്തിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു വ്യക്തിക്കും ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക, വിശ്വസിച്ചങ്ങ് ചെയ്യുക. അതിനകത്ത് വേറെ ഒന്നും കൂടുതലൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.